ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇനി മഞ്ഞിൽ കുഞ്ഞിൻ്റെ നൈറ്റ് റേയാണ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. വാച്ച് ടി വി ഓൺ ദ സോഫ. സെറ്റിൽ ബേബി ഞാൻ വീണ്ടും സെറ്റിലാക്കാൻ പറഞ്ഞാണ് അവിടെ അടച്ചിട്ട് പോകാനാണ്. എന്തോ കഴിക്കാൻ വേണമെന്ന് പറയുന്നത് വയസ്സിൽ. അപ്പോൾ അതിൻ്റെ സംതിങ് ഇട്ട് കൂടി ബൾക്കതാ ഇതെടുക്കാൻ പറ്റും. ഇതാദ്യം തുറക്കണം. നമ്മൾ ഭക്ഷണം വേസ്റ്റ് ആക്കാൻ പാടില്ല, അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഇതിലെല്ലാം എടുക്കണം തോന്നുന്നു. ചീസ് പാക്കറ്റ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കാണിക്കാം. ഗായ്സ്, അങ്ങനെ നമ്മൾ ഇതുണ്ടാക്കിയിട്ടുണ്ട്, ടോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് അതായത് ഫ്രിഡ്ജൊന്ന് പോയി അടയ്ക്കാം. ഇതിൽ ആ ചെക്കനെ അല്ലാണ്ട് നമുക്ക് അടുക്കള പണിയും ചെയ്യണം ഗൈസ്. എന്താണ് എന്താണ് അയ്യോ, ഈ ചെക്കന് പാല് വേണം. പാല് എന്താണ്? അയ്യോ ഗൈസ്, എന്താണ്? തീക്കൂടെയാ? തീക്കൂടെ എങ്ങോട്ട് പോകണം? തീക്കൂടെയാ? ഏതോ അറ്റത്തിട്ടുണ്ട്. ഇതാണ്. അയ്യോ ഗൈസ്, ഇവൻ്റെ മോന്തയൊക്കെ നോക്കിയേ. ചേച്ചിങ് ടേബിളിലേക്ക് കൊണ്ടുപോകാൻ. എന്താണ് ഗൈസ്, ഇവൻ്റെ മോൻ തന്നെ അപ്പോഴേ കണ്ടു. എന്താകുമോ എന്തോ ഗൈസ്. ഓ ഗൈസ്, ചെക്കനെ കൊണ്ട് ഇതാ തോറ്റി. എന്താടെ തിന്നാനുള്ള സാധനങ്ങളാ? ഇതാണ് കൊച്ചു ചോക്കൻ. ഓ മനസ്സിലായി. മറ്റേ ബ്രേക്ക് ദ എമർജൻസി. എന്നെ വീട് ഇതിലിപ്പോൾ എങ്ങനെയാ ഗൈസ് പോകുക? ഇതിലൂടെ കവഞ്ഞിപ്പോവാം നമുക്ക്. ഞാൻ മറ്റേ സാറിനെ കണ്ടിട്ടുണ്ടായിരുന്നു. മറ്റേതാണ് ഇപ്പോഴവിടെ ആയിട്ടില്ലേ ഗൈസ്. കയ്യിൽ തന്നെ ഒക്കെ പാസിഫായി. എന്തോന്നത്? എന്തിൻ്റെയോ കേടുണ്ട്. മണ്ണാക്കി തുണി കൊടുക്കണം. അവൻ്റെ തെറിച്ചു പോയി. ടേക്ക് മൊത്തം അലങ്കോലമാക്കിയിട്ടു ഗൈസ്. ചേക്ക മൊത്തം അലങ്കോലമാക്കിയിട്ടു. അയ്യോ ഗൈസ്, വീട്ട് വെടിയിട്ട് ഇതെന്താണ് ഗൈസ്? ലെവൻ എന്തിൻ്റെ കേടാണെന്ന് എനിക്ക് അറിയാൻ മേലാത്തൊന്ന് ചോദിക്കാം. സെറ്റിൽ ബേബി, പിക്കപ്പ് ബേബി. ഇവിടെ കട ഇതല്ലേ? സ്റ്റോറി ടൈം നോട്ട് ചെയ്ത് അവിടെ കൊച്ചുകൊണ്ട് എടുക്ക്. എന്താണ് എനിക്ക് വേണ്ടത്? അപ്പം അതിൻ്റെ സ്റ്റോറി ബുക്ക് സിറ്റം ഗൈസ്. അതിൻ്റെ കണ്ണൊക്കെ ചുവന്നു. ഇന്നലെ തന്നെ ഞാൻ കണ്ടായിരുന്നു. ഒന്നും കേൾക്കാത്തത് ഞാൻ സൗണ്ട് വാച്ചിട്ടിരിക്കുന്നു. ഞാൻ അപ്പോൾ തൽക്കാലം സൗണ്ട് ഇതിലും ഓഫാക്കി ഇടുകയാണ്. എന്തായാലും ഇവൻ ഒറ്റയാൽ മതിയല്ലോ. എൻ്റെ പൊന്നു പേടിച്ചു. എൻ്റെ മോന്ത ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ തന്നെ പേടിയാണ് ഗൈസ്. സൈഡിൽ അനിയങ്ങളെ യൂട്യൂബ് കാണുന്നുണ്ട്. അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. ഈ സൗണ്ട് മൈൻഡ് ചെയ്യണ്ട. കഴിഞ്ഞു പോകുന്നു വയസ്സ്. അങ്ങനെ നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കണല്ലേ. ഈ കഥ കണ്ടിട്ട് കാണിക്കാം. എന്താ പണി വരുന്നുണ്ട് തോന്നുന്നു പൈസ.
എന്തൊരു പണി ഇതിനകത്ത് വരും. മണ്ണിൽ കുഞ്ഞുണ്ടോ? ആദ്യത്തെ പോലെയല്ല, ഭയങ്കര സീരിയസ് ആയി വരികയാണ് കളി. ഗെയിം ഇത്തിരി സീരിയസ് ആയി വരികയാണ്. കാര്യം നടക്കാൻ തോന്നുന്നില്ല. നേരത്തെ 2 വീഡിയോയിൽ രണ്ടാമത്തെ പാട്ടിൽ ചെക്കൻ്റെ കണ്ണ് ചോർന്നു. ഇപ്പം അതിലും വലുത്. പ്രതീക്ഷിച്ചതിലും ഇപ്പം ഇതാണ് അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതിലും എന്താണ് ഡാർക്കാണ് അവൻ. അവനവിടെ ഈശ്വര, അവൻ ഇനി എന്ത് കാണിക്കാൻ നമ്മൾ അതിനെ കക്കോസിലിട്ട് ഇതാക്കിയതാണ് ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ കക്കൂസിലിട്ട് ഞാൻ ഫസ്റ്റ് ഞാൻ ഫ്ലഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടില്ല. ഗുഡ് നൈറ്റ്. ഇതൊരു ചതിയായിപ്പോയി. അത് അവനാണ് മേലെ കഴിഞ്ഞു തോന്നുന്നു. അച്ചീവ്മെൻറ്റ് അൺലോക്ക്ഡ് എന്തോ ലെവൽഡ് അപ്പ്. ഗൈസ്, ഇതാണ് നമ്മൾ എത്ര നേരം പേടിപ്പിച്ചിരുന്ന കൊച്ചുകൂട. എന്താണ് മറ്റേ ഇതാണ് സാധനം. സ്പെഷ്യൽ DB ഔട്ട്ഫിറ്റ് ഇതൊക്കെ ഇട്ടിട്ടാകുമ്പോൾ വന്നല്ലേ എന്താ ഗൈസ് ചിരിച്ചതാകുന്നല്ലോ. ഇനിയോ ഗൈസ് അപ്പോൾ കണ്ടില്ല. എൻ്റെ അപ്പാർട്ട്മെൻറ്റ് ഇതാണ്. ഇത് ലോക്ക്ഡ്. ഇത് ഓപ്പൺ. എൻ്റെ ഡോൺ ഗോ അപ്സ്റ്റേഴ്സ്. എന്നൊന്ന് പോയി നോക്കിയിട്ട് വരാം എന്താകുമോ എന്തോ. നല്ല അടുത്ത മിഷൻ കാണിച്ചു തരുന്നു. ഫോളോ ദ വൈറ്റ് റാബിറ്റ്. ഇതിൽ കൂടെ പോകണം. നീ എങ്കിടിക്കാളേ വൈറ്റ് റാബിറ്റ്. നീ എങ്കിടിക്കാൻ പോകണ്ട വയസ്സ്. ഇതിൽ ഫീൽഡ് വൈറ്റ് കാർ എലിവേറ്റർ. ഞാൻ മറ്റേ അടുത്തിലൊന്ന് വെറുതെ പോയി നോക്കി. കഴിഞ്ഞു തോന്നുന്നു. നൈറ്റ് 3 കഴിഞ്ഞു തോന്നുന്നു. നൈറ്റ് 3 കഴിഞ്ഞു. ഗൈസ്, നമ്മൾ നാളെ ആയിരിക്കും പിഗ്മാൻസ് മാഡ്നസ് പറയുന്ന പാട്ട് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.